എൻ്റെ വിദ്യാലയം കാണാൻ ഒന്ന് വരണമെന്ന് സ്നേഹപൂർവ്വം ക്ഷണിച്ചത്. അങ്ങനെ സാറും എൻ്റെ സഹപാഠിയും എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ അയൽവാസിയുമായ ഇന്ന് URCയിലെ ട്രെയിനറുമായ അജിത് മാഷും കൂടി എൻ്റെ വിദ്യാലയം കാണാൻ വരുന്നത് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചു. അന്ന് HM ഉണ്ടായിരുന്നില്ല, ഞാൻ SRG കൺവീനറാണ്. ഞാൻ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഓഫീസർ എന്ന നിലയിൽ വളരെ ചിരിച്ചിട്ടായിരുന്നു സാറിനെ നമ്മുടെ ഓഫീസ് റൂമിലേക്ക് കയറ്റിയിരുത്തിയത്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ശരവർഷം പോലെ വാക്കുകൾ വായിൽ നിന്ന് വരുമ്പോൾ കണ്ണുകൾ ചുവന്നിരിക്കുന്നു, വാക്കുകൾ അസ്ത്രം പോലെ എൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്നു. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു ചോദ്യം. താൻ ഇവിടെ ഉണ്ടായിട്ട് നിന്നെപ്പോലെ ഒരു അധ്യാപിക ഈ സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലേ? ഈ വെള്ളം കൊണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കാം? താൻ വിചാരിച്ചാൽ പലതും സംഭവിക്കുമെന്ന ആ ഒരൊറ്റ വാക്ക് അന്ന് രാത്രി മുഴുവൻ ഞാൻ ഇരുന്നാലോചിച്ചു. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതായിരുന്നു ചോദ്യചിഹ്നം. അന്ന് ഉറങ്ങിയില്ല. കാരണം സാറിൻ്റെ കണ്ണുകളിലെ ആ നോട്ടം, ആ ചുവന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വർഷത്തിൽ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, അത് എന്നെ ഉണർത്തി. അന്ന് ഞാൻ പുറപ്പെട്ട ആദ്യം MLA, പിന്നെ ശിവദാസ് ഏട്ടൻ, പിന്നെ ബഷീർ സാർ, പിന്നെ നിങ്ങളുടെ പഴയ മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി സാർ അന്ന് എനിക്കൊരു വാക്ക് തന്നു, ഇനി തൻ്റെ കണ്ണ് നിറയില്ല. ഞങ്ങളെ കൊണ്ട് എന്താണ് താൽക്കാലികമായി ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്തു തരുമെന്ന്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ എല്ലാ സ്റ്റാഫും PTA-ക്കാരും വിളിച്ച് ഒറ്റക്കെട്ടായി മുന്നേറി. ഇതിലെനിക്ക് സന്തോഷം തോന്നിയത് കുന്നംകുളത്ത് നിന്ന് പൊന്നാനിയിലേക്ക് തൊപ്പിയിട്ട് പോകുമെന്ന് പറഞ്ഞു വന്ന എന്നെ പൊന്നാനിക്കാർ ഒന്നടക്കം കയ്യിൽ ഏറ്റെടുത്തു എന്ന് കഴിഞ്ഞ ദിവസം PTA-ക്കാർ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞാൽ എനിക്ക് അറിയിക്കാൻ സാധിക്കില്ല. MLA എന്ന് പറയുന്ന ആ സഖാവ് വളരെ സന്തോഷത്തോടുകൂടിയാണ് എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. എൻ്റെ സ്റ്റാഫും എൻ്റെ PTA-യും കൂടി ഇന്ന് ആദരിച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞാൻ അവരോട് പലവട്ടം പറഞ്ഞു, കാരണം ഈ ആദരവ് എനിക്ക് ആവശ്യമില്ല. എൻ്റെ വിദ്യാലയത്തെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. അതിനപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വിദ്യാലയം ഒരു കുടുംബം പോലെ കഴിയുന്ന വിദ്യാലയത്തിന് താൽക്കാലികമായൊരു പരിശ്രമം, മുഴുവനായി എന്ന് ഇപ്പോഴും പറയില്ല. നമുക്ക് മഴ വരുമ്പോൾ കാണാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് അപ്പോൾ വയ്ക്കാം. ഇന്ന് ആദരിച്ച അതിന് ഞാൻ അർഹയല്ല എങ്കിലും അവരൊരു ചെറിയ സന്തോഷം അവർ അല്ലെങ്കിൽ പൊന്നാനിക്കാർ എനിക്ക് വേണ്ടി ചെയ്തു. അതിന് ആദ്യമായി പൊന്നാനിയോടുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചോളും. ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഇപ്പം എന്നോട് പലരും ചോദിച്ചു, പോയില്ല അല്ലേ ഇവിടെ നിന്ന്? 2.5 വർഷമേ ഉള്ളൂ. 2027 ഞാൻ ഇവിടെ നിന്ന് റിട്ടയർഡ് ആവും. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ വലിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നിങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ പൊന്നാനിക്കാരുടെ പ്രിയപുത്രനായ സഖാവ് ശ്രീ P. നന്ദകുമാർ സാറാണ്. വളരെ 4 ഡേറ്റുകൾ മാറ്റിവെച്ചു. 12, 18, 20, അങ്ങനെയാണ് 24 എന്ന ഡേറ്റ് കിട്ടിയത്. ഞങ്ങൾക്ക് എന്തായാലും PTA-ക്ക് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു സാറ് വരണമെന്ന്. അങ്ങനെ വളരെ ലാഘവത്തിൽ തന്നെ വളരെ തിരക്ക് പിടിച്ച ഈ സമയത്ത്, നിയമസഭയും അസംബ്ലിയൊക്കെ നടക്കുന്ന ഈ സമയത്ത്, വിലപ്പെട്ട സമയത്ത് കൃത്യസമയത്ത് വന്ന് നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച നിങ്ങളുടെയൊക്കെ പ്രിയപുത്രൻ, നമ്മുടെ ഈ വിദ്യാലയത്തിലെ പ്രിയപുത്രൻ, ഈ വാർഡിലെ കൗൺസിലറായ ശ്രീ ശിവദാസ് ആറ്റുപുറം സാറിൻ്റെ അഭാവത്തിലുള്ള നന്ദി വിദ്യാലയത്തിൻ്റെയും നിങ്ങളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ PTA പ്രസിഡൻ്റാണ് നമുക്ക് സ്വാഗതം പറഞ്ഞത്. നന്ദി പറയേണ്ട ആവശ്യമില്ല. എന്തിനും ഏതിനും എപ്പോഴും ഏത് സമയത്തും 40 ലോഡ് മണൽ ടോറസിലാണ് മണൽ വന്നിറങ്ങിയത്. ആദ്യം മണൽ വന്നപ്പോൾ കഫീലിനോട് ചോദിച്ചു, ടീച്ചറെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു എന്നോട്. രാവിലെ 8 മണിക്ക് 7 മണിക്കൊക്കെ മണൽ വന്നിറങ്ങും. അങ്ങനെ 40 ലോഡ് മണൽ വന്നുകയും ആദ്യത്തെ JCB പരത്താൻ 20,000 രൂപ ഇവിടുത്തെ സ്റ്റാഫാണ് കൊടുത്തത്. ഇപ്പോൾ അടുത്ത് വന്ന 20 ലോഡ് ടോറസിൻ്റെ മണൽ നികത്താൻ നിങ്ങളുടെ എല്ലാം പ്രിയപുത്രൻ തന്നെ
അധ്യാപകരിൽ നിന്ന് കാശ് വേണ്ടെന്ന് പറഞ്ഞു. 11 മണിക്കൂറാണ് JCB വർക്ക് ചെയ്തത്. ആ പൈസ പോലും വാങ്ങിയിട്ടില്ല. ഒപ്പം ചുക്കാൻ പിടിച്ച് ഏത് രാത്രിയായാലും പകലായാലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ PTA പ്രസിഡന്റിനെ നന്ദി പറയേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെ ഒരു കർത്തവ്യം എന്ന നിലയിൽ എൻ്റെ വിദ്യാലയത്തിൻ്റെയും നിങ്ങളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തായി മുഖ്യ പ്രഭാഷകനായിട്ട് എന്തായാലും വരുമെന്ന്, വർഷങ്ങളായിട്ട് ഇവിടെ വരാറില്ല, എന്തായാലും വരുമെന്ന് പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. മുഹമ്മദ് ബഷീർ സാർ, വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ. കണ്ണിക്കേട് വന്ന് മാറിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് വരാതിരുന്നത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തായി റിപ്പോർട്ട് അവതരണം നടത്തിയത് ഞങ്ങളുടെ HM. ഞങ്ങളോടൊപ്പം ഒരു നേതൃസ്ഥാനത്ത് ഒരാളില്ലെങ്കിൽ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല. ഒരു ഐക്യകണ്ഠേന എല്ലാ സ്റ്റാഫിനെയും എല്ലാ PTA അംഗങ്ങളെയും രക്ഷിതാക്കളെയും ഒറ്റക്കെട്ടായി കൊണ്ടുവന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ടീച്ചർക്ക് നന്ദി പറയേണ്ടെങ്കിലും എൻ്റെയും എൻ്റെ വിദ്യാലയത്തിൻ്റെയും നിങ്ങളുടെ രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ആശംസകൾ അറിയിപ്പിക്കാൻ എത്തിയ പേരുകൾ മൊത്തമായി വായിക്കുകയാണ്. നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OO ഷംസു. കുട്ടിക്കാലം തൊട്ട് ഞാൻ 94 ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വർഷം 94 ഞാനും ഷംസും കൂടിയിട്ട് നിങ്ങളുടെ പൊന്നാനി കടപ്പുറത്ത് കൂടെ ഇലക്ഷൻ ഐഷ ടീച്ചർ എന്ന കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ വോട്ട് ചോദിച്ചിട്ട് തീരപ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. അത്രയും അടുത്ത സുഹൃത്താണ് ഷംസു സാറിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ സഖാവ് ശ്രീ നിഷാദ് സാറിനോടും ഇവിടെ വരാതിരുന്ന ഞങ്ങളുടെ AO ശ്രീജ മേഡത്തിനോടുള്ള നന്ദിയും ഒറ്റവാക്കിൽ വിദ്യാലയത്തിൻ്റെയും നിങ്ങളുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡോക്ടർ P. ഹരിയാനന്ദകുമാർ BPC ഇവിടെയുണ്ട്. സാറിനോട് ഉള്ള നന്ദി പല അർത്ഥത്തിലും ഈ വിദ്യാലയത്തെ മുന്നിലേക്ക് എത്തിക്കാൻ എൻ്റെ നേതൃത്വത്തെ ഉണർത്തിച്ചതിനും ഈ വിദ്യാലയത്തിൽ വന്ന് ഇത്രയും നേരം ഇവിടെ ചെലവഴിച്ചതിനുമുള്ള നന്ദി വിദ്യാലയത്തിൻ്റെയും സഹ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTAയുടെയും നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. മാനേജറുടെ അഭാവത്തിൽ മാനേജർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ MTA പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനായ സ്കൂൾ ലീഡർ മുഹമ്മദ് റസൽ, അവർക്കുള്ള എല്ലാ നന്ദിയും വിദ്യാലയത്തിൻ്റെയും നിങ്ങളുടെയും പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഈ പൊതുസമ്മേളനവും ഈ കലാപരിപാടികളും മാറ്റുകൂട്ടുവാൻ നിങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല. ഇന്ന് രാവിലെ തൊട്ട് 10:30 മണിക്ക് തൊട്ട് ഇവിടെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും വന്നിരിക്കുകയാണ്. നിങ്ങളാരും കാണാനില്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? വെറും 0 ആണ്. അപ്പോൾ ഇത്രയും കൊടും വെയിലത്ത് നമ്മുടെ ഈ കലാപരിപാടികളും പൊതുസമ്മേളനവും കാണാനായിട്ടും അതിനോട് സഹകരിച്ച് വളരെ നിശബ്ദമായി വളരെ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടി അലങ്കരിക്കാനായിട്ടിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ മുഖങ്ങളും 10-33 വർഷമായില്ലേ പരിചയമുള്ള മുഖങ്ങളാണ്, എല്ലാവരും അവസാനം വരെ ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾക്കുള്ള എല്ലാ നന്ദിയും ഞങ്ങളുടെയും ഞങ്ങളുടെ PTA പ്രസിഡന്റ് വകയും ഈ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആൾക്കാരുണ്ട്, സ്റ്റേജ് ഡെക്കറേഷൻകാർ, എല്ലാവർക്കും ഇവിടെ ഒത്ത് സഹകരിച്ച ഇതിൽ പേര് പറയാനാവാത്ത പല ആൾക്കാരുമുണ്ട്. പോസ്റ്റർ, നോട്ടീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സമ്മാനങ്ങൾ വിതരണം ചെയ്ത LSS കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്ത അൽഷാമ ഗഫൂർ, അതുപോലെ തന്നെ ടാലൻറ്റ് എക്സാം നടത്തിയ അവർക്ക് സമ്മാനം ചെയ്ത ആ പുസ്തകം ടാലൻറ്റ് സ്കീമിനെയും അതുപോലെ തന്നെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത മറ്റുള്ളവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കുള്ള നന്ദി ഈ വിദ്യാലയത്തിൻ്റെയും PTAയുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് അടുത്തതായി കുരുന്നുകളുടെ കലാപരിപാടികൾ കാണുന്നതിനായി നിങ്ങളെല്ലാവരും ക്ഷമയോടിരിക്കണം. എല്ലാവർക്കുള്ള നന്ദി ഒന്നും കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.